ഈ കാട്ടിലെ മൂപ്പന്റെ വീടാണ്. എനിക്കൊന്നും പറയാനില്ല. ഇന്നലെ ഞങ്ങൾ 2, 3, 4 വട്ടമല്ല വഴി തെറ്റിയിട്ടുള്ളത്. ആ ഇറങ്ങിയ ഇറക്കത്തിന്റെ വേറെ മാറിയിട്ടില്ല. ഇതൊരു ഗുഹയായത് അന്ന് ബ്രിട്ടീഷുകാരെ ഇവിടെ മാങ്കുളം ഉപയോഗിച്ചിട്ട് പോയതാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മൾ മൂന്നാർക്ക് വീടാണ്. മൂന്നാർ മാങ്കുളത്തേക്കാണ് നമ്മൾ പോകുന്നത്. മാങ്കുളത്ത് റെയിൻ വാലി എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഫുള്ള് നമ്മൾ അഡ്വഞ്ചർ ആയിട്ടുള്ള ജീപ്പ് സഫാരിക്കാണ് നമ്മൾ പോകുന്നത്. ഓഫ് റോഡിങ് ആണ്, കുറേ സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പം എല്ലാവരും ഫുള്ള് കാണണം കേട്ടോ. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ മാങ്കുളത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ വളരെ കഷ്ടപ്പെട്ട നീണ്ട യാത്രയിലൂടെയാണ് ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്. ചത്തുന്ന് വിചാരിച്ച കാര്യങ്ങൾ ഞങ്ങൾ ജീവനോടെ ഇവിടെ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും കഷ്ടപ്പെട്ട് മറ്റേ കല്ലും മുള്ളും പാറയും താണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. വഴി പോലും തിരിച്ചറിയാതെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഹൃദയ, ഇന്നലത്തെ യാത്രയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്നലത്തെ യാത്രയെ പറ്റി പറയാനുള്ളത് 2-3 വട്ടം കാലനെ കണ്ടെന്നാ പറഞ്ഞത്. ഇത് ഏത് വഴിന്ന് പോലും അറിയാതെ നമ്മളൊരു വഴി കൂടെ നെറ്റ്വർക്കും ഇല്ല, മാപ്പും ഇല്ല, തേങ്ങയില്ലാണ്ട് നമ്മൾ എങ്ങനെയൊക്കെയോ എത്തി പറ്റി. അതാണ് ഇന്നലത്തെ യാത്രകളെ പറ്റി പറയാനുള്ളത്. അതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ നല്ലപോലെ അവിടെ എത്തുന്നു തന്നെയാണ് വിചാരിക്കുന്നത്. അഡ്വഞ്ചർ ട്രിപ്പിലേക്കാണ് നമ്മളിപ്പോ. അതെന്താ തീരുവോ നമുക്ക് കണ്ടറിയാം. ബൈ ഗൈസ്, ഞങ്ങൾ അങ്ങനെ ട്രക്കിങ്ങിന് പോവാണ്. അപ്പോൾ ഇന്ന് ജീപ്പിങ്ങിന് പോവാണ്. ജീപ്പിൽ എവിടെ പോവാ നമ്മള്? എനിക്ക് അറിഞ്ഞൂടാ. ആനക്കുളം അല്ലെ? എവിടെയായിട്ടാ പോണേ? നമ്മൾ എവിടെയായിട്ടാ പോണേ? നോക്കി പഠിച്ചാൽ മതി. ഒന്ന് ഇവിടുന്ന് ഓഫ് റോഡ് ഇറങ്ങുകയാണ് നമ്മള്. ഓഫ് റോഡ് പോണോ? ഞാൻ ഛർദിക്കുന്നുള്ളതേ ഉള്ളൂ. എന്റെ വൊമിറ്റിംഗ് താങ്ങാൻ പറ്റുന്ന ആരാണെങ്കിലും എന്റെ കൂടെ വരാം. അങ്ങോട്ടില്ല, പുറത്തോട്ടേ ഉള്ളൂ. അല്ല, അങ്ങനെയാണെന്ന് ഇന്നലെ ഞങ്ങൾ വന്ന് കുറെ ഓഫ് റോഡ് നമ്മൾ ഇന്നലെ വന്നത്. എന്നിട്ട് നമ്മളോട് പറയുന്ന ഓഫ് റോഡ് കഴിഞ്ഞു എന്ന്. ഗൈസ്, അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ആ മലയുടെ മുഖത്ത് നമ്മളെ മണ്ടയിൽ ഇത്രയും വലിയ മല ഉണ്ടായിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു. രാത്രിയിലാണ് വന്നത്, അപ്പൊ നമ്മൾ കണ്ടില്ല. എനിക്കൊന്നും പറയാനില്ല. ഇന്നലെ ഞങ്ങൾ 2, 3, 4 വട്ടമല്ല വഴി തെറ്റിയിട്ടുള്ളത്. ജീവനോട് തിരിച്ചെത്തിയത് അത് മറ്റേ പുണ്യാനോട് ഞങ്ങൾ നന്ദി പറയുന്നു. അത്രേ ഉള്ളൂ. എന്ത് പറയും? ഒന്നും പറയാനില്ല. അടിപൊളി എക്സ്പീരിയൻസ്. ആ ഇറങ്ങിയ ഇറക്കത്തിന്റെ വേറെ മാറിയിട്ടില്ല. ഇതല്ല ഇറക്കം. അതാണ് ഇറക്കം. കാഴ്ചയിലേക്ക് ആന വരും. ആന വന്നിട്ടുള്ളതാണ് ഈ കാണുന്നത്. നമ്മളിപ്പം 33 വാട്ടർഫോൾസ് ഉണ്ട്. അതിന് അങ്ങോട്ടാ പോകും. 33 വെള്ളച്ചാട്ടം. അതിന്റെ പേര് മാത്രമേ ഉള്ളൂ, ഒരു വെള്ളച്ചാട്ടമേ ഉള്ളൂ. 3 സ്റ്റെപ്പായിരുന്നു. അപ്പൊ 3 പിടിച്ചിരുന്നു. എവിടെയെങ്കിലും പോയി തലയിടിക്കും. ഫുള്ള് കമ്പിയാണ്. ഇത് വളരെ മനോഹരമായൊരു ട്രിപ്പായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എല്ലാ അഡ്വഞ്ചറും കൂടെ ഒറ്റ പാക്കേജ്. സത്യം.
എല്ലാം കൂടെ ഇങ്ങനെ ഒരു ട്രിപ്പ് പോവാനും വേണ്ട ഒരു ഭാഗ്യം. അതെന്താ ഈ വണ്ടി പാട്ടില്ല? ആക്ച്വലി ഇവിടെ അടിപൊളിയാണ്. രക്ഷയില്ല എന്റെ മോനെ രസമാണ്. ഞങ്ങൾക്ക് കുളിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സങ്കടം മാത്രം. എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അല്ലാത്ത വശം അടിപൊളി, ഒന്നും പറയാനില്ല. പിന്നെ ഇവിടെ കുറച്ച് ചേട്ടന്മാർ നിന്ന് കുളിക്കുന്നുണ്ട്. ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്, അവർക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഞങ്ങൾ കുളിച്ച് പിടിക്കും. നടക്കുന്നുണ്ട് കാലില്. ഇത് നീ മാറി വേറെന്തൊക്കെയോ കൊത്തി തുടങ്ങിട്ടോ. ഇതാണ് ഇവിടുത്തെ ഹാങ്ങിങ് ബ്രിഡ്ജ്. 10 രൂപ പാസ്. ഈ പുള്ളിക്കാരൻ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടിമുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഉരുള് പൊട്ടിയിട്ട് അവിടെ നിന്ന് ബോഡീസ് ഒഴുകിയിരുന്ന ഇതിനെയാണ്. ഇതിൽ വന്നിട്ട് ഈ കല്ലൊക്കെ മഴയുടെ ടൈമിൽ, നല്ല മഴ വീണ ടൈമിൽ ആ കല്ല് തൊട്ടിട്ട് ഈ കല്ല് ഇവിടേക്ക് പുല്ല് വന്നത് അങ്ങനെയാണെന്ന്. അത്രയും വെള്ളം അടിച്ചായിട്ട് അതിൻ്റെ കൂടെ വരുന്ന പുല്ലുകളില്ലേ, അങ്ങനെ വന്ന് കയറിയിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ഈ കല്ലൊക്കെ കയറി കിടക്കുന്നത് ഈ ഉരുള് പൊട്ടിയിൽ വന്ന കല്ലുകളില്ലേ, അത് വന്ന് അടിഞ്ഞിട്ടും കൂടിയാണോ. ആ പുള്ളി പറയാ ഇപ്പൊ 2 ദിവസമായിട്ട് മഴ കുറവായോണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളമായിരിക്കും. നമ്മളൊന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ കൊണ്ടുപോകും, അത്ര ഒഴുക്കാണ്. ഈ പാലത്തിനപ്പുറം പോയി കഴിഞ്ഞാൽ കാടാണ്, അങ്ങോട്ട് ട്രൈബൽസിന്റെ ഏരിയ ആണ് കേട്ടോ. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ട്രൈബൽ വില്ലേജിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതൊരു ഓഫ് റോഡ് തന്നെയാണ്. അമ്മ നമ്മള് ഫോറസ്റ്റിലോട്ട് കയറുകയാണ്. കോഴിയില ട്രൈബൽ വില്ലേജിലോട്ടാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ഫോറസ്റ്റ് റോഡാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അനുവാദമില്ല എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ എന്തായാലും കയറി പോയിട്ടുള്ളൂ. ആനയുണ്ടോ? ഇതാണ് കോട. ആനയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓ മൈ ഗോഡ്. ചേട്ടന്റെ ഡ്രൈവിംഗ് സ്കില്ലിനെ ഞാൻ സമ്മതിച്ചിരിക്കും. ഇവിടുത്തെ ഉള്ളവരുടെ ഡ്രൈവിംഗ് സ്കിൽ അപായം തന്നെ. താഴെ ഒരു പള്ളി ഉണ്ട്, അതാണ് ആനക്കുളം. ഓക്കെ, ഇതൊരു ട്രൈബൽ ഹൗസ് ആണെന്നാ പറയുന്നത്. പക്ഷെ അത് കണ്ടോ, ഈ മുളയൊക്കെ കെട്ടി അതിന്റെ മുകളിലാണ് അവരൊരു ഷെഡൊക്കെ നിർമ്മിച്ചത്. അവിടെയൊക്കെയാണ് അവർ താമസിക്കുന്നത്. അതിന്റെ താഴത്ത് തന്നെ വേറൊരു ഇതും കൂടെ ഉണ്ട്. അധികം ഇനി അകത്തോട്ട് പോവാതെ, കാരണം ഫുള്ള് കാടാണ്, അകത്തോട്ട് പോകാതെ നമ്മൾ തിരിഞ്ഞ് കറങ്ങി പോകും എന്നാണ് പറഞ്ഞത്. കണ്ടോ, ഇവിടെ വെച്ച് നമ്മൾ തിരിക്കുകയാണ്. ഇവിടെ എപ്പോ വേണേലും ആനയെ കാണാൻ സാധ്യതയുള്ള പ്ലേസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അങ്ങടാ പോണ റോഡ് നേരെ ആദിവാസി കുടിയിൽ അവിടേക്ക് ഉള്ളതാണെന്ന് പറയുന്നത്. നമുക്ക് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ബാക്കി കാര്യം. ഇവിടുന്ന് തൊട്ടപ്പുറത്താണ് ഈ ആദിവാസി കുടി ഉള്ളത്. ഇതാണ് ഈ വനമേഖലയുടെ ഈ സൈഡ് ഇപ്പോൾ നമ്മൾ കയറി നിൽക്കുന്ന സ്ഥലമാണ് കോഴിയിളക്കുടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററോളം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആണ് ആദിവാസി കുടി. ഈ ആദിവാസി കുടിയിലെ ഒരു വനിതയാണ് നമ്മുടെ മാങ്കുളം പഞ്ചായത്ത് പ്രസിഡന്റ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ നമുക്ക് ഇവിടെ ഒരു ഓർഡർ വന്നിരിക്കുന്ന പറഞ്ഞാൽ ഈ കാട്ടിക്കൂടെ പോകുന്ന കലക്ടറുടെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് 15-ാം തീയതി വരെ. അതുകൊണ്ട് നമ്മളിവിടെ അവരുടെ കുടിവര കഷ്ടി വേണം നമുക്കൊന്ന് പോയിട്ട്
തിരിച്ച് നമുക്ക് പോയിട്ട് അടുത്ത സ്ഥലങ്ങളിൽ കൂടെ നമുക്ക് പോകാം. അത് ഞങ്ങൾ സംബന്ധിച്ച് ആന ഇറങ്ങി വന്നിട്ടുണ്ട്. ഉണ്ട് അല്ലേ? വണ്ടിയുടെ തൊട്ടടുത്ത് ഒരു ചേർന്ന് പോയിട്ടുണ്ട്. ഒരു ഉപദ്രവിക്കൊന്നുമില്ല. നമ്മുടെ വണ്ടി വെക്കുന്നവർ ഒച്ചയൊന്നും വെക്കാറുണ്ട്. നമ്മൾ ഒച്ച വെക്കുക അല്ലെങ്കിൽ ഫോണിൽ നമ്മൾ ഫോട്ടോ കൊടുക്കുമ്പോൾ ഇതിന്റെ ലൈറ്റ് കളിയ അത് അവർക്ക് വൈകിട്ട് ഓക്കെ. ആദിവാസിയാണ്. അപ്പൊ അവർക്ക് ഇത് ശീലമായോണ്ട് കുഴപ്പമുണ്ടാവില്ല അല്ലേ? ഇതൊരു കാർഡ് നോക്കണ്ടേ? അതിങ്ങനെ ഇപ്പൊ അവരിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആനയ്ക്കല്ല ഇത്ര വഴി മാറി അവരങ്ങോട്ട് പോകും. നമ്മൾ പുറകോട്ട് തിരിച്ചു പോകും. അവരെ കാട്ടിൽ കൂടെ മാറി തിരിച്ച് പോവും. ഇപ്പൊ ഈ പുലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരറിയോ? അത് അറിയാല്ലേ? എന്ന് പറയാം, അവര് സന്ധ്യ ആയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അവർ പുറത്തിറങ്ങിയാൽ ഇപ്പൊ ആന അവരുടെ വീടിന്റെ മുറ്റത്ത് വന്നു നിന്നാലും ആ വീടിനകത്ത് ഇതുകൊണ്ട് ഒറ്റ വെക്കുക അല്ലാതെ അവർ പുറത്തിറങ്ങിയില്ല. അവരെ മൃഗങ്ങളങ്ങനെ കാര്യമായിട്ട് ഉപദ്രവിക്കുകയില്ല. ഈ വരുന്ന ആളുടെ ഇവന്റെ ചേട്ടൻ ഇവിടുത്തെ ഫോറസ്റ്റ് ഗാർഡാണ്. ഓക്കെ. നമ്മുടെ ആദിവാസിയിലെ നമ്മുടെ ഫോറസ്റ്റിലെ ഗാർഡ് കൂടുതൽ ഫോറസ്റ്റ് ഗാർഡാണ് ഈ വീട്ടിലത്. നമുക്ക് ഇവിടെ അടുത്ത് ഹോസ്പിറ്റൽ എന്തെങ്കിലും ഉണ്ടോ? ഇവർക്ക് ഇപ്പൊ എന്തെങ്കിലും എമർജൻസി വല്ലതും വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങി പോണം. അവർക്ക് വണ്ടിയുണ്ട്. ഓക്കെ. അയ്യാ നമുക്ക് കൂടി വരെ പോകാൻ മതി. കാട്ടിൽ പോകുന്നില്ല. അവിടെ പോയിട്ട് അവർക്ക് തന്നെ ഒരു പാർട്ടി നമ്മളൊന്നും മനസ്സിലാക്കി നമ്മളീ പറയുന്നത് എന്താണ് പോലും നമ്മളടുത്ത് അതിൻ്റെ അകത്ത് പോകരുതെന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ അകത്തേക്ക് കാട്ടിന്റെ ഉള്ളിലേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടുള്ള അവിടെ റോഡുണ്ട്. അതുവരെ നമുക്ക് പോവാം. അതുവരെ പോകണോണ്ട് പ്രശ്നമില്ല. അതേ കൂടുതൽ പോയാലേ പ്രശ്നമുള്ളൂ. ഇവിടെ ഇഷ്ടം പോലെ അട്ടയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മള് ഞാൻ ഇറങ്ങിയില്ല, അവൾ ഇറങ്ങി. നല്ല തണുപ്പുണ്ട്, നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ. ഭയങ്കര കിടിലൻ ക്ലൈമറ്റ്. എങ്ങനെ പറയണമെന്ന് അറിയില്ല. ചെറിയ മഴച്ചാറ്റിലാണോ മഞ്ഞിന്റെ വെള്ളമാണോ എന്ന് അറിയില്ല. നല്ല തണുപ്പുണ്ട്, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. നമ്മുടെ കാലാവസ്ഥ ചെറുതായിട്ടൊന്ന് ചതിച്ചു. നല്ല മഴയാണ്. ഈ മഴയിൽ നമ്മൾ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്ന ചേട്ടന്മാർ പറഞ്ഞത്. കാരണം നമ്മൾ മുകളിൽ പോകണില്ല. പിന്നെ നമ്മുടെ ട്രൈബൽസിൻ്റെ കട, പലചരക്ക് കട എന്ന് പറയും അതിനെ, ഇല്ല അല്ലേ? അവരുടെ സാധനങ്ങളൊക്കെ മേടിക്കുന്നൊരു കട. അവിടെ പോയി കൊക്കോ കൃഷിയൊക്കെ നടക്കില്ലേ? ഇപ്പോൾ കൊക്കയൊക്കെ ഇരിക്കുന്ന കാണുന്നുണ്ട്. കൊക്കോ നമ്മളവിടെ നിന്ന് വീണ്ടും വണ്ടി എടുത്തു. ഇത് കാന വരുന്ന വഴിയാണെന്ന് അവർ പറയുന്നത്. കണ്ണൊക്കെ മിഴിച്ചു വെച്ചിരിക്കട്ടെ, എങ്ങാനും വല്ല ഇതിനും സ്പോട്ട് ചെയ്യാൻ പറ്റിയാലോ. ആകൊരു നല്ലൊരു വീട് കണ്ടത് ഇത് മാത്രമാണ്. അയ്യോ അടിപൊളി. ആ മാട നോക്കുന്നേ, ആ കോട നോക്കും. മഞ്ഞും കോടയും തമ്മിൽ. ഈ കാട്ടിലെ മൂപ്പന്റെ വീടാണെന്ന് പറഞ്ഞത്. പണ്ടൊക്കെ നമ്മൾ സിനിമയിൽ കാണുന്ന മൂപ്പൻ വീടും ഇത് നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. അതെ. ഓക്കെ, വെറുതെ അല്ല. ഇതാണ് ഇപ്പൊ പഴയ മൂപ്പന്റെ വീട്. ഞാൻ കാണുന്ന രണ്ട് മലയുടെ മറുവശമാണ് ഇടമലക്കുടി. ഇതിന്റെ ആ മഞ്ഞ് കിടക്കുന്നുണ്ടോ? അത് കൂട്ട് ഒരു മലയും കൂടെ അപ്പുറത്ത് നിൽക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ ഒരു ആദിവാസി പഞ്ചായത്ത്. ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും തിരിച്ച് ഇറങ്ങുക. എൻ്റെ അടുത്ത ആഗ്രഹമായിരുന്നു ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഒരു ആനയുടെ സ്പോട്ട് ചെയ്യണം. പക്ഷെ നടന്നില്ല. അതെ, സാഹചര്യത്തിലും കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ഒരു കൊച്ചാണ്. ഇങ്ങനെയും കിടന്ന് കുലുങ്ങുമ്പോൾ കണ്ണടച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്.
നമ്മളങ്ങനെ ആനക്കുളം എത്തിയിരിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആനക്കുഞ്ഞു പോലും ഇല്ല, ആൾക്കാർ മാത്രം. ഇത് പറഞ്ഞത് ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ആന വെള്ളം കുടിക്കാൻ വരുന്നതാണ്. പിന്നെ ഇപ്പോൾ പഴയ പോലെയല്ലല്ലോ, കുറച്ചു ചൂടൊക്കെ മാറി വന്നതുകൊണ്ട് അവരവർക്ക് ഇഷ്ടമുള്ളപ്പോഴേ വരുള്ളൂ എന്ന് പറഞ്ഞു. ആനക്കുളത്തിനെ കുറിച്ചിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഇവിടെ എത്ര ആൾക്കാരുണ്ടെങ്കിലും ഒരു 100 ആനകളോളം ഇവിടെ വരും എന്നാണ്. പിന്നെ ഈ തുമ്പിക്കൈ വെച്ചിങ്ങനെ കുത്തി എടുത്തിട്ടാണ് കുടിക്കുകയാണ്. ഇതിൽ ഇവിടെ നിന്നൊരു ഉറവ വരാനുണ്ടെന്ന്. ആ ഉറവകൾക്കുള്ളിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഉപ്പും ഒരുമാതിരി ഭയങ്കര ടേസ്റ്റുള്ള ഒരു വെള്ളമാണ് വരുന്നത്. അതുകൊണ്ട് ആനകൾ ഇപ്പോൾ ഇവിടെ ഇപ്പം ഈ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് എത്ര മനുഷ്യർ നിൽക്കുന്നാലും അവർക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവരവിടെ വന്ന് വെള്ളം കുടിച്ചിട്ട് പോകും. ഒരു 100 ആനയൊക്കെ ഒരുമിച്ച് വന്ന് വെള്ളം കുടിച്ചിട്ട് പോകും എന്നാണ് പറയുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ഈ സ്ഥലം. 10,000 പേരുണ്ടെങ്കിൽ വരും. വാട്ടന്മാരുണ്ട് ഇഷ്ടം പോലെ, ഒരു 50 വരാൻ സംഭവിക്കും. ഇപ്പോൾ വാട്ടന്മാരുന്നില്ലെങ്കിൽ വണ്ടിയെല്ലാം പോയി കടയെല്ലാം അടച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുന്ന പോലെ ആന വരുന്നത്. എൻ്റെ കരോട്ട് പള്ളിയും വേണം, എല്ലാം ഒരു കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പി വലിച്ചിട്ട് കറണ്ട് കൊടുക്കാനായിട്ടാണ് ഇതിങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് സർക്കാരിന് പോകുന്ന കറണ്ട് കൊടുത്താൽ ആന ചാവും. അതുകൊണ്ട് സോളാർ ഉണ്ടാവില്ല. ചെറിയ നമ്മൾ പിടിച്ചാൽ ഇപ്പം ഈ ചേട്ടൻ പറഞ്ഞത് വെച്ചിട്ട് ആ ചേട്ടൻ അതിൻ്റെ അകത്ത് എല്ലായിടത്തും പോയിട്ടുണ്ട്. ഈ വഴി കാടൊക്കെ കയറിയിട്ടുണ്ട്. ഒരു 2000-ഓളം ആനകളെ കണ്ടിട്ടുണ്ടെന്നല്ല, ഇതിൻ്റെ ഈ കാട്ടിൻ്റെ അകത്ത് ഉണ്ട് എന്ന്. ഒരു 860 ആനകളായിട്ട് ഫോറസ്റ്റുകാരുടെ കണക്കിലുള്ളൂ എന്നും പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നേരത്തെ മൂപ്പന്റെ വീട്ടിൽ പോയത് ആ കാട് കയറിയായിരുന്നു, അത് ആ മല കയറിയായിരുന്നു. അതിപ്പോ പുള്ളിക്കാരൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. നമ്മൾ ആനക്കുളത്ത് നിന്ന് തിരിച്ചു പോവാണ്. എല്ലാവരും വണ്ടിയിലൊക്കെ കയറി. ഡ്രൈവർ ചേട്ടൻ മാത്രം വന്നിട്ടില്ല, പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്യാം. പുള്ളിക്കാരൻ ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ റിസോർട്ടിലേക്ക് പോണ വഴിയാണ്. നീ എങ്ങടേലും പോണ്ടേട്ടാ? ഞാൻ എങ്ങടേലും പോണ്ടോ? നീ പെരുമുഖത്തിലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. വ്യൂ പോയിന്റ് കൂടെ കണ്ടിട്ട് നമ്മൾ നേരെ റൂമിൽ പോകണം. മൂന്നാറിൽ ട്രെയിൻ ഉണ്ടായിരുന്ന കാലം 120 അങ്ങനെയെങ്ങാണ്ടാ പറയുന്നത്. ഈ 120 വർഷം മുമ്പ് ഒരു പ്രളയം ഉണ്ടായെന്നാ പറയുന്നത്, ഭയങ്കര പ്രളയം. ആ പ്രളയത്തിന് ആലുവ മൂന്നാർ കൊണ്ട് നമ്മൾ ആദ്യം പോയില്ലേ 33, അതിൻ്റെ അതിൻ്റെ മണ്ടക്കൂടെ ആലുവ മൂന്നാർ ആ വഴി കിടന്നത്. അവിടെ ഒരു കുറേ ഭാഗം ഇടിഞ്ഞ് തകർന്നു പോയി. അന്ന് ബ്രിട്ടീഷുകാരെ ഇവിടെ മാങ്കുളം ഉപേക്ഷിച്ചിട്ട് പോയതാ. സായിപ്പിൻ്റെ ഒരു പാലമുണ്ട്, ആ പാലത്തെ കയറാം നമുക്ക്. ഈ അതിനകത്ത് കയറണോ? ഒരു തുറന്നമാണ്. ഒരാൾക്ക് കത്തി അതിനകത്തോട്ട് കയറാം. മാതാവിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിനുള്ളിൽ പോയാണ്. സംഭവം ഇതൊരു ഗുഹയായത്. അങ്ങനെയുണ്ടോ? അങ്ങോട്ടുണ്ട്. അതിനകത്ത് പോണോ? കേട്ടല്ലോ, ഇത് ലൈറ്റ് ഇടാൻ പറഞ്ഞാലോ അറിയോ? ചെടിയും മറ്റേ വല്ല ഹിന്ദുക്കളൊക്കെ. നമ്മുടെ വീഡിയോയ്ക്ക് ഒരു എൻഡ് ആവാൻ പോവാണ്. നമ്മുടെ ജീപ്പ് സഫാരി ഒക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയേക്കാണ്. ഇവിടെ വരുമ്പോ ചേട്ടനെ കണ്ടാൽ മതി. ചേട്ടന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് ചാക്കോച്ചി. ചാക്കോച്ചി ഉണ്ടല്ലേ? ചേട്ടൻ വണ്ടിയുടെ ഫോട്ടോ എടുത്തേക്കാം. ഉറപ്പായിട്ട് അതെ. ഈ നമ്പറല്ലേ ചേട്ടൻ്റെ?
അത്യാവശ്യം അടിപൊളി സ്റ്റേ ആണ്, അടിപൊളി വ്യൂ ആണ്. ഇവരുടെ ജീപ്പ് സഫാരി കിഡിലനാണ്, കുറേ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ ഓഫ് റോഡിങ് ആണ്. നമ്മൾ മൂപ്പൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാട്ടിലെ മൂപ്പനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ട്രിപ്പ്. അപ്പോൾ എല്ലാവരും കാണണം. അതേപോലെ നമ്മുടെ പളനി വ്ലോഗ് ഇറങ്ങിയിട്ടുണ്ട്, കാണാത്തവരെല്ലാവരും ആ വീഡിയോ കൂടെ കാണണേ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ ബൈ.